أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا ولئن شئنا لنذهبن بالذي أوحينا إليك ثم لا تجد لك به علينا وكيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 909 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 85-86 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ ولئن شئنا لنذهبن بالذي أوحينا إليك ثم لا تجد بك علينا وكيلا. صدق الله العظيم. സൂറത്തുൽ ഇസ്രായിലെ 85-86 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നടന്നു വരുന്ന ചർച്ച വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഇസ്രായിലെ ഈ ഭാഗത്ത് ഖുർആനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഹൃദയങ്ങൾക്ക്, മനുഷ്യർക്ക് ശമനമാവുന്ന, സത്യവിശ്വാസികൾക്ക് ശിഫ ആകുന്ന, അതുപോലെ കാരുണ്യമാകുന്ന വചനങ്ങൾ ഖുർആന്റെ ഭാഗമായിട്ട് നാം അവതരിപ്പിക്കുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. നിഷേധികളായ, സ്വന്തത്തോടും സ്വന്തം റബ്ബിനോടും അക്രമം ചെയ്യുന്ന ആളുകൾക്ക്, ലാലിമുകൾക്ക് ഇത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്നും ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. മനുഷ്യന്റെ പ്രകൃതം, അവന് നാം വല്ല അനുഗ്രഹവും നൽകുകയാണെങ്കിൽ അഹന്തയോടുകൂടി തിരിഞ്ഞു കളയുക എന്നതും, വല്ല പ്രതിസന്ധിയും നേരിടുക അല്ലെങ്കിൽ വല്ല വിപത്തും അനുഭവിക്കേണ്ടി വരികയൊക്കെയാണെങ്കിൽ നിരാശയിൽ ആണ്ടുപോവുകയും ചെയ്യുന്ന വിധത്തിലുള്ളതാണ് എന്നും അവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഓരോരുത്തരും സ്വന്തം നിലപാടുകളുടെ, സ്വന്തം ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആരുടെ പ്രവർത്തനമാണ് ശരിയായ പാതയിലുള്ളത് എന്നത്, ഏറ്റവും ശരിയായ ദിശയിലുള്ളത് എന്നത് നന്നായി അറിയുന്നവൻ നിന്റെ നാഥൻ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്തുള്ള ആയത്തുകളിൽ. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്ന രണ്ടായത്തുകൾ വരുന്നത്. വളരെ വ്യത്യസ്തമായ രണ്ട് വായനകൾ ഈ ആയത്തുകൾക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് അതിന്റെ പ്രാഥമികമായ അർത്ഥം ഒന്ന് പരിശോധിക്കാം. വയസ്അലൂനക അനിർ റൂഹ്, പ്രവാചകരെ അവർ താങ്കളോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു, റൂഹിനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നു. ഖുൽ, പറയുക, റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നത് എന്റെ നാഥന്റെ ആജ്ഞയാലുള്ളതാണ്, കൽപ്പനയാലുള്ളതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ജ്ഞാനത്തിൽ നിന്ന്, അറിവിന്റെ ലോകത്ത് നിന്ന് വളരെ പരിമിതമായിട്ട് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ പരിമിതമായ ജ്ഞാനം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. വലഇൻ ശിഅന,
നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലനദ്ഹബന്ന ബില്ലദീ ഔഹൈന ഇലൈക, താങ്കൾക്ക് ദിവ്യ വെളിപാടുകളായിട്ട് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളതിനെ നാം പിൻവലിച്ചേക്കും, നാം അങ്ങ് എടുത്തു മാറ്റി എന്ന് വരും. സുമ്മ ലാ തജിദു ലക ബിഹി അലൈന വക്കീല, പിന്നീട് അത് നമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ, നമ്മിൽ നിന്ന് അത് വീണ്ടും കരഗതമാക്കാൻ താങ്കൾക്കൊരു വക്കീലിനെയും ഒരു സഹായിയെയും കണ്ടെത്താൻ പറ്റുകയില്ല. ഇങ്ങനെയാണ് ഈ രണ്ട് ആയത്തുകളുടെ നേർക്കുനേരെയുള്ള ഒരു വിവർത്തനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ വിശേഷിച്ച് കൂടുതൽ സാധ്യതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന സമൂഹത്തിലാരോ, അതൊരു പക്ഷേ സത്യവിശ്വാസികളുടെ സംഘത്തിൽപ്പെട്ടവരാവാം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സത്യനിഷേധത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ളവരാകാനും ഇടയുണ്ട്. അപ്പോ പ്രവാചകരെ, താങ്കളോട് അവർ ചോദിക്കുന്നു അനി റൂഹിനെ കുറിച്ച്. റൂഹ് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റൂഹ് എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ്, ചൈതന്യം എന്നൊക്കെയാണ്. അതിന്റെ അടിസ്ഥാന ബേസിക് മീനിങ് അതാണ്. റൂഹ് എന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് ആ പദം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ ജീവിത ദർശനത്തിന്റെ ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ അത് പ്രയോഗിക്കപ്പെടുന്നത് കാണാം. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് ആ പദം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഈസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു പകർന്നു നൽകിയ ദിവ്യ ചൈതന്യത്തെ റൂഹ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പരാമർശിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ അത് വിശുദ്ധ ഖുർആനെ തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമായിട്ടും ഉപയോഗിച്ച് കാണാൻ കഴിയും. രണ്ട് വ്യത്യസ്ത വായനകൾ നൽകപ്പെടുന്നുണ്ട് ഈ ആയത്തിന്. അതിലൊന്ന്, ഈ ചോദ്യം മനുഷ്യന്റെ ജീവാത്മാവിനെ കുറിച്ചാണ് എന്നുള്ള നിലക്കാണ്. ആത്മാവിനെ കുറിച്ച് മനുഷ്യര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള ആളുകളിൽ ചിലര് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ആത്മാവ് എന്ന് വെച്ചാൽ, ആത്മാവിന്റെ രഹസ്യം എന്താണ്, എങ്ങനെയാണ് അത് നിലകൊള്ളുന്നത്, അത് ആരുടെ നിയന്ത്രണത്തിലാണ്, അങ്ങനെയുള്ള പല തലങ്ങളുമുള്ള വിധത്തിൽ ആത്മാവിനെ കുറിച്ച് ഒരു ചോദ്യം അവർ ഉന്നയിച്ചു. എന്നതിനുള്ള മറുപടിയായിട്ടാണ് ഇവിടെ ഈ പ്രതികരണം നൽകപ്പെടുന്നത് എന്നതാണ് ഒരു വായന. ആ വായന എത്രത്തോളം ഈ സന്ദർഭവുമായിട്ട് യോജിക്കുന്നതാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ തൊട്ടു മുകളിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ആയത്തുകളാണ്. അതിനുശേഷം വരുന്ന ആയത്തുകളും ഖുർആനെ പരാമർശിച്ചുകൊണ്ടും ഖുർആനെ കുറിച്ച് തന്നെയും ഉള്ളതാണ്. അപ്പോ ഇവിടെ പ്രഭാഷണം ഖുർആൻ മുഖ്യ വിഷയമായിക്കൊണ്ടുള്ളതാണ്. അതിനിടക്ക് റൂഹിനെ പറ്റി എന്ന് പറഞ്ഞ ആത്മചൈതന്യത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ മനുഷ്യാത്മാവിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആ പ്രഭാഷണത്തിന്റെ ഒഴുക്കിന് ഒരു തടസ്സം വരുന്നതും വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് അനുഭവപ്പെടുന്നതും ഒക്കെ ആയിട്ട് തോന്നാം. അങ്ങനെ പല വായനകളും വിശുദ്ധ ഖുർആനിൽ നടത്താറുണ്ട്. ആയത്തുകളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഒന്നിന്റെ തുടർച്ചയായും അനുബന്ധമായും ഉള്ളതാണ് എന്ന വിധത്തിലല്ലാതെ അത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൊക്കെ അവതരിച്ച വിഷയങ്ങള്
ഒന്നിച്ചു ചേർത്ത് വെച്ചത് മാത്രമാണ് എന്ന നിലക്ക് വായിക്കുന്ന ഒരു രീതിയും സ്വീകരിക്കപ്പെടാറുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചതിനെ കുറിച്ചാണ് പരാമർശം. വയസ്അലൂനക അനി റൂഹ്, പ്രവാചകരെ താങ്കളോട് അവര് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. അത് ആത്മാവ് എന്നുള്ള നിലക്ക് കാണുകയാണെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന് കാണാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ മനുഷ്യനോടൊപ്പം ചേർന്ന് മറ്റൊരു ഘട്ടത്തിൽ മനുഷ്യനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു ചൈതന്യം, അത് ജീവൻ എന്നോ അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെയുള്ള പരാമർശം നമ്മൾ നടത്താറുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദ്യം എന്ന് ആ നിലക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെയാണ് ചിലര് വായിക്കാറുള്ളത്. പക്ഷെ ഈ സന്ദർഭവുമായിട്ട് അതിന് ഒരു ചേർച്ചയുമില്ല എന്നതും കാണാൻ സാധിക്കും. അപ്പൊ ചോദ്യം യഥാർത്ഥത്തില് ഈ റൂഹ് എന്ന ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്, റൂഹുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ ജീവാത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണോ അല്ലേ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ വയസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. എന്നിട്ട് അതിനുള്ള ഉത്തരം നൽകപ്പെടുന്നത് ഖുൽ, പറയുക, ഖുലി റൂഹു മിൻ അംരി റബ്ബി. അപ്പോ ചിലപ്പോഴൊക്കെങ്കിലും അതിന് വിശദീകരണം നൽകപ്പെടാറുള്ളത് റൂഹ്, ആത്മാവ് എന്നാൽ എന്റെ നാഥന്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് വായിക്കുന്ന ഒരു രീതിയാണ്. മറ്റൊരു വായനയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖുലി റൂഹ്, പറയുക, റൂഹ് എന്ന് വെച്ചാൽ അത് മിൻ അംരി റബ്ബി, എന്റെ നാഥന്റെ ആജ്ഞയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്റെ നാഥന്റെ ആജ്ഞയാൽ ഉണ്ടായതാണ്. അപ്പൊ ഈ രണ്ടാമത്തെ വായന എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദ്യം ഉന്നയിക്കുകയാണ്, മുഹമ്മദ് നിനക്ക് എവിടുന്ന് ഈ ഖുർആന്റെ വചനങ്ങൾ കിട്ടുന്നു? ഈ ഖുർആൻ മുൻനിർത്തിക്കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ആരാണ് നിനക്ക് ഈ ഖുർആൻ വചനങ്ങൾ തരുന്നത്? നേരത്തെ നീ കവിത രചിക്കുന്നതോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള മേന്മയുള്ള വാചകങ്ങൾ സംസാരിക്കുന്നതോ ഒന്നും കേട്ടിട്ടില്ല. വളരെ അത്യസാധാരണമായ ചില വചനങ്ങൾ നീ സംസാരിച്ച് കേൾപ്പിക്കുകയാണ്. നിനക്ക് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? ആരാണ് നിനക്ക് ഇത് കൊണ്ടു തരുന്നത്? ഈ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് തനിക്ക് ഈ ദിവ്യ സന്ദേശങ്ങൾ എത്തിച്ചു തരുന്നത് എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് റൂഹ് എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പ്രയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരണം നൽകിയിട്ടുണ്ടാവണം. തുടർന്നുള്ള ചോദ്യം, എന്താണ് ഈ റൂഹ്? ആരാണിത്? നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത, കണ്ടു പരിചയമില്ലാത്ത ഈ കക്ഷി ആരാണ് എന്നതായിരിക്കാൻ ഇടയുണ്ട്. അപ്പോ ചോദ്യം ഇവിടെ, ആരാണ് ഈ റൂഹ് നിനക്ക് എത്തിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഈ ദിവ്യവചനങ്ങൾ നിനക്ക് എത്തിച്ചു തരുന്നത് എന്ന വിധത്തിലായി മാറും. ഒന്നുകിൽ നിനക്ക് ഈ ദിവ്യവചനങ്ങൾ എത്തിച്ചു തരുന്ന നീ ഇപ്പോ പറഞ്ഞ റൂഹ് എന്ന് വെച്ചാൽ എന്ന പരാമർശം നടത്തിക്കൊണ്ട് ഈ പരിചയപ്പെടുത്തുന്ന ഈ ജിബ്രീൽ ആരാണ്, അല്ലെങ്കിൽ നിനക്ക് എത്തിച്ചു നൽകപ്പെടുന്ന ഈ ദിവ്യവചനങ്ങൾ അത് എങ്ങനെയാണ് നിനക്ക് ലഭിക്കുന്നത്? നിന്റെ കയ്യില്, നിന്റെ അടുക്കല് ഈ റൂഹ് എത്തിക്കപ്പെടുന്നത് ഏത് വിധത്തിലാണ് എന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അർറൂഹു മിൻ അംരി റബ്ബി, എനിക്ക് ഇങ്ങനെ അവതരിപ്പിച്ച് കിട്ടുന്ന ഈ ദിവ്യവചനങ്ങൾ, ഈ വിശുദ്ധ ഗ്രന്ഥം, ഇത് എന്റെ നാഥന്റെ ആജ്ഞയാൽ വരുന്നതാണ്. എന്റെ നാഥന്റെ ആജ്ഞ പ്രയോഗത്തിൽ വരികയാണ് ഈ വെളിപ്പാടുകളിലൂടെ.
എന്റെ നാഥൻ കൽപ്പന നൽകുന്നു. അതിന്റെ ഫലമായിട്ട് ഈ ദിവ്യബോധനം എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എനിക്കത് എത്തിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മലക്ക്, അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ എനിക്ക് എത്തിച്ചു തരുന്ന വചനങ്ങളാണ് ഞാൻ ഈ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന ആയാത്തുകൾ, ദൈവിക വചനങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ റൂഹ്, പ്രവാചകരെ താങ്കളോട് അവര് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. വലിയ റൂഹ് മിൻ അംരി റബ്ബി, പറയുക ഈ റൂഹ് എന്ന് വെച്ചാൽ എന്റെ നാഥന്റെ ആജ്ഞയാൽ നൽകപ്പെടുന്നതാണ്, എന്റെ നാഥന്റെ ആജ്ഞയാൽ എത്തിക്കപ്പെടുന്നതാണ് എന്നാണ് അതിന്റെ സൂചന. എന്നിട്ട് ആ ആശയത്തിന്റെ ഒരു കംപ്ലീഷൻ ആയിട്ടാണ് ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗം വരുന്നത് എന്ന് കാണാൻ കഴിയും. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിവ് ഇൽമ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കപ്പെടാവുന്ന കാര്യങ്ങളിൽ വളരെ ഖലീലായിട്ട്, വളരെ പരിമിതമായ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ജ്ഞാനം എന്നത് ഒരു പാരാപാരമായിട്ട് വളരെ വിശാലമായ ആഴവും പരപ്പുമുള്ള ഒരു കാര്യമാണ്, ഒരു സംഗതിയാണ്. ആ ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ ഒരു അംശം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവ്, ഇൽമ് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഈ വായന നമ്മള് രണ്ടു വിധത്തിലുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആത്മാവ്, മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിട്ടിത് പൊതുവെ മനസ്സിലാക്കപ്പെടാറുണ്ടെങ്കിലും ഈ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ആയത്തിനെ വായിക്കുമ്പോൾ തൊട്ടു മുമ്പും തൊട്ട് ശേഷവുമുള്ള ഖുർആനെ പരാമർശിക്കുന്ന ആശയങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ള ആയത്താണ് എന്ന് വളരെ പ്രബലരായ ധാരാളം പണ്ഡിതന്മാര്, അത് ആദ്യ തലമുറയിൽപ്പെട്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരുൾപ്പെടെ അങ്ങനെയുള്ള വായന നടത്തുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വളരെ പ്രമുഖരായ പല ഖുർആൻ പണ്ഡിതന്മാരും ഇതിനെ ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് വായിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചില സൂചനകൾ നടത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രമുഖരായ പണ്ഡിതന്മാര് അങ്ങനെ പ്രത്യേകം ഈ ആയത്തിന്റെ വായന ഇത് വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് എന്ന വിധത്തില് ചൂണ്ടിക്കാണിക്കുന്ന ആദ്യ തലമുറയിലെയും തുടർന്നുള്ള തലമുറകളിലും ഒക്കെയുള്ള ഒത്തിരി പണ്ഡിതന്മാര് ഇത് ചൂണ്ടിക്കാണിച്ചത് മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് മുതൽ അതുപോലെ ഖതാദ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ തന്നെ ആ നിലക്കാണ് ഈ റൂഹ് എന്ന പരാമർശത്തെ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത് എന്ന് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു വായനക്ക് ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വളരെ ചേർച്ചയുള്ളതായിട്ടാണ് കാണുന്നത്. അതിന് വിശുദ്ധ ഖുർആനിൽ തന്നെ വലിയ പിൻബലമുണ്ട്. സൂറത്തുൽ മുഅ്മിൻ അല്ലെങ്കിൽ സൂറത്തുൽ ഗാഫിർ, രണ്ടു പേരിലാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. ഈ സൂറത്തിലെ 15-ാമത്തെ ആയത്തില് അള്ളാഹു ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് കാണാം. യുൽഖി റൂഹ മിൻ അംരിഹി അലാ മൻ യശാ, അള്ളാഹു അവന്റെ അമ്ര് പ്രകാരം, അവന്റെ നിർദ്ദേശപ്രകാരം, ആജ്ഞപ്രകാരം റൂഹിനെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവതരിപ്പിക്കുന്നു. മിൻ ഇബാദിഹി, തന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ റൂഹിനെ അള്ളാഹു അവതരിപ്പിക്കുന്നു. എന്തിനാണ്? ലിയുന്ദിറ യൗമത് തലാഖ്, കൂടിക്കാഴ്ചയുടെ നാളിനെ കുറിച്ച് താക്കീത് നൽകുന്നതിന് വേണ്ടി. അപ്പൊ ഈ ആയത്തില് റൂഹ് എന്ന വാക്ക്
ഖുർആനോ അല്ലെങ്കിൽ ദിവ്യ വെളിപ്പാടോ പോലെയുള്ള ദൈവിക സന്ദേശത്തെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയാണ് തന്റെ അടിമകളുടെ കൂട്ടത്തിൽ താൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അള്ളാഹു റൂഹിനെ അവതരിപ്പിക്കുന്നത്? ലിയുന്ദിറ യൗമത്തലാഖ്, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയുടെ നാളിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ആത്മാവല്ല, കൃത്യമായിട്ടും അത് ദൈവിക വെളിപ്പാടിനെയാണ് പരാമർശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ഒരു സന്ദർഭം സൂറത്ത് ശൂറയിലെ 52-ാമത്തെ ആയത്തില് വകദാലിക ഔഹൈനാ ഇലൈക, ഇപ്രകാരം നാം താങ്കൾക്ക് വഹീ ദിവ്യ വെളിപ്പാട് നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിന, നമ്മുടെ ആജ്ഞയാലുള്ള ഒരു റൂഹ് എന്ന നിലയ്ക്ക് നാം ദിവ്യ വെളിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നു. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, താങ്കൾക്ക് അറിയുമായിരുന്നില്ല എന്താണ് വേദഗ്രന്ഥം, എന്താണ് സത്യവിശ്വാസം എന്നൊന്നും. എന്താണ് വേദഗ്രന്ഥം, എന്താണ് സത്യവിശ്വാസം എന്നൊന്നും അറിയുമായിരുന്നില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചിരുന്ന താങ്കളെ അക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് താങ്കൾക്ക് ദൈവിക വെളിപ്പാട് നാം അവതരിപ്പിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ റൂഹ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു വാക്ക് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് റൂഹ് എന്ന വാക്ക് ദൈവിക വെളിപ്പാടിനെ, ദൈവിക മാർഗദർശനത്തിനെ പരാമർശിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നതായിട്ട്, ദൈവിക വെളിപ്പാടുകൾ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടും ഈ വാക്ക് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ ആയത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോണ്ടെക്സ്റ്റില് ഏറ്റവും ചേർച്ചയുള്ള വായന ഇത് ദൈവിക വെളിപ്പാട് എന്ന നിലക്ക് മനസ്സിലാക്കുന്നതായിട്ടാണ് പ്രമുഖരായ ചില ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ഇത് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് അതിന്റെ മുമ്പുള്ള ആയത്തുകളുമായും അതിന്റെ ശേഷമുള്ള ആയത്തുകളുമായും യാതൊരു ബന്ധവും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പ്രതിപാദിക്കുന്ന ഒരായത്തായിട്ട് അതിനെ നമുക്ക് നോക്കി കാണേണ്ടി വരും. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്യല്ല, അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ സാധ്യതയുള്ളത് ഈ റൂഹ് എന്ന പ്രയോഗത്തെ ദൈവിക വെളിപ്പാട് എന്ന നിലക്ക് മനസ്സിലാക്കുന്നതായിരിക്കും എന്നാണ് പല പ്രമുഖരായ വ്യാഖ്യാതാക്കളുടെയും വിശദീകരണങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൂഹ്, പ്രവാചകരെ ദിവ്യ വെളിപ്പാടുകളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഒലി റൂഹ് മിൻ അംരി റബ്ബി, പറയുക ദിവ്യ വെളിപ്പാട്, ഈ റൂഹ് എന്നത് എന്റെ റബ്ബിന്റെ ആജ്ഞയാൽ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ ആജ്ഞയാൽ നൽകപ്പെട്ടിട്ടുള്ളതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിന്റെ, ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുമുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. മനുഷ്യരാശിക്ക് തന്നെ ജ്ഞാനത്തിന് ഒരേ ഒരു സ്രോതസ്സേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന സംഗതിയാണ് ജ്ഞാനം. സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്ത്, നമ്മൾ ആയത്തുൽ കുർസി എന്ന് പരാമർശിക്കാറുള്ള ആയത്തില് നമുക്ക് ഈ കാര്യം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അറിവിന്റെ സ്രോതസ് അള്ളാഹുവാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശകലം നമുക്ക് ആ ആയത്തില് കാണാൻ കഴിയും. പലയിടത്തും ഇതിന് പിൻബലമായിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഖുർആനിൽ കാണാം. സൂറത്തുൽ അലഖില് അങ്ങനെ ഒരു പ്രയോഗം, അതുപോലെ വേറെയും പല പ്രയോഗങ്ങളിലുമായിട്ട് അറിവ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായുള്ള ഒരു സംഗതിയാണ്. ഏത് വിധത്തിലാണ് മനുഷ്യൻ അറിവ് ആർജിക്കുന്നതെങ്കിലും അത് ദൈവിക ഇച്ഛയുടെ മാത്രം ഫലമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യന്റെ നിരീക്ഷണവും അതുപോലെ പരീക്ഷണവും ഒക്കെയായുള്ള ശാസ്ത്രാന്വേഷണത്തിലൂടെ മനുഷ്യൻ നേടുന്ന അറിവ്, ഇൻറ്റ്യൂഷനായിട്ട് ഒരു ആശയം മനുഷ്യന് മനസ്സിൽ തോന്നുന്ന
അല്ലെ മനസ്സിൽ ഒരു ആശയം ഒക്കെ ചെയ്ത് കിട്ടുന്ന വിധത്തില് അതൊരു അറിവായി വികസിച്ചു വരുന്നത്. അതുപോലെ ദൈവിക വെളിപ്പാടുകളിലൂടെ മാലാഖമാര് പ്രവാചകന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന അറിവ്, ഇതൊക്കെ തന്നെ ദൈവികമായ അറിവ് പകർന്നു നൽകപ്പെടുന്നതിന്റെ വ്യത്യസ്തമായ രീതികളാണ്. നമ്മുടെ മനസ്സിൽ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംഗതിയല്ല എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി ദിനരാത്രങ്ങൾ തപസ്സിരുന്നാൽ പോലും അങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വന്നുകൊള്ളണം എന്നില്ല. ആശയങ്ങൾ മനസ്സിൽ ഫോം ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കല്ല. അതിന്റെ നിയന്ത്രണം മറ്റേതോ ഒരു സ്രോതസ്സിലാണ് എന്നത് നമുക്ക് അനുഭവത്തിലൂടെ കാണാൻ കഴിയും. അതുപോലെ ശാസ്ത്ര നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാര്യമായാലും ഇതൊന്നും മനുഷ്യന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ അന്വേഷിക്കുന്നു, നിരീക്ഷിക്കുന്നു, പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നു, നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷെ എപ്പോ ആരിലൂടെ ഏത് ഘട്ടത്തിൽ ഒരു അറിവ് വെളിപ്പെടുന്നു എന്നത് തീരുമാനിക്കുന്നത് അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരല്ല. നമ്മൾ ന്യൂട്ടനെ കുറിച്ച് പറയാറുള്ള ഒരു കാര്യം, ഈ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണത് ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ ഒരു ആശയം വികസിപ്പിച്ചെടുക്കാനും പ്രേരണയായി എന്നത് നമ്മൾ വായിക്കാറുണ്ട്, അങ്ങനെയുള്ള ഒരു വിവരണം. അതിന്റെ മുമ്പ് പലരുടെയും തലയിൽ അതിനേക്കാൾ ഘനമുള്ള പലതും വീണിട്ടുണ്ടാകും. ആപ്പിൾ അല്ല, ഒരു ചക്ക തന്നെ വീണിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ഒരു ആശയം വികസിപ്പിക്കുന്നതിലേക്കോ ഒന്നും പോകുന്നില്ല. ദൈവികമായി നിശ്ചയിക്കപ്പെട്ട അറിവ് വെളിപ്പെടുന്നതിനുള്ള ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ചാണ് ഭൂമിയിൽ അൺഫോൾഡിങ് ഓഫ് നോളജ് എന്ന പ്രതിഭാസം പ്രവർത്തനക്ഷമമാവുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഔട്ട് ഓഫ് സ്റ്റെപ്പ് ആയിട്ട് ആർക്കെങ്കിലും അങ്ങ് ചാടി വീണ് അങ്ങ് പെട്ടെന്ന് അങ്ങ് വരിയെടുത്ത് കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അറിവ്. അതാണ് ഖുർആനില് ആയത്തുൽ കുർസിയിൽ വെളിപ്പെടുത്തിയ കാര്യം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവന്റെ ജ്ഞാനത്തില് ആർക്കും അവന്റെ മശീഅത്ത് ഇല്ലാതെ, അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അള്ളാഹുവിന്റെ ഇച്ഛയില്ലാതെ ആർക്കും അതിലേക്ക് കയ്യേന്തി വല്ലതൊക്കെ വാരിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കുന്നത്. അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന് സൂറത്തുൽ അലഖിൽ പറയുന്നിടത്ത് മനുഷ്യന് അറിയാത്തതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അറിവിന്റെ സ്രോതസ് അള്ളാഹുവാണ്. അതിന് വ്യത്യസ്തമായ വഴികള് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഒന്ന് ദൈവിക വെളിപ്പാടാണ്, പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വെളിപ്പാടിലൂടെ മനുഷ്യന് അറിവ് പകർന്നു നൽകപ്പെടുന്നുണ്ട്. മറ്റൊന്ന് മനുഷ്യന് അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ ഒരു ഇൻറ്റ്യൂഷനായിട്ട് ഒരു ആശയം മനസ്സിൽ രൂപപ്പെടുന്നത് വഴി അത് ഒരു അറിവായിട്ട് വികസിച്ചു വരുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. വേറെ ഒന്ന് മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ട് പല പരീക്ഷണങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മനുഷ്യൻ കണ്ടെത്തുന്ന, വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ജ്ഞാന സാധ്യത. ഇതൊക്കെയും പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെയും പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തില് നിരന്തരമായി ഖുർആൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതും കാണാൻ കഴിയും. പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ആയാത്തുകളെ നിരീക്ഷിക്കാൻ അള്ളാഹു നമ്മളോട് അടിക്കടി ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആയാത്തുകളുമായി 100% സ്വരച്ചേർച്ചയുള്ളതാണ് പ്രവാചകന്മാര് വെളിപ്പെടുത്തുന്ന ജ്ഞാനം എന്നതും ഖുർആൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ഈ നിലക്ക് അതിനെ വിലയിരുത്തുമ്പോൾ, പക്ഷെ അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു ക്രമം, നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനാർജനം എന്ന് പറയുന്നത് അത് ഒട്ടും വളരെ പരിമിതികളുള്ളതാണ്. ഒരു 10,000 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യന് ആർജിക്കാൻ കഴിഞ്ഞ അറിവിന്റെ എത്രയോ ഏറെ പല കാര്യങ്ങളിലും മുന്നേറാൻ ആധുനിക ഘട്ടത്തില് മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആധുനിക മനുഷ്യന് പോലും അജ്ഞാതമായി കിടക്കുന്ന കോടിക്കണക്കിന് വിഷയങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ഏത് മേഖലയിലും മനുഷ്യന്റെ അറിവ് വളരെ 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 പരിമിതമാണ്. ഇപ്പോ വൈദ്യശാസ്ത്ര മേഖലയിലൊക്കെ നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന്
അഭിമാനിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് മനുഷ്യന് പല വെല്ലുവിളികളും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നേരിടേണ്ടി വന്നതും അവയുടെ മുന്നിൽ മനുഷ്യൻ പകച്ചു നിന്നുപോയതും. മനുഷ്യൻ അതിന് പരിഹാരങ്ങളൊക്കെ കണ്ടെത്താൻ നിരന്തരമായി ശ്രമിച്ചിട്ടുണ്ട്. പല നിലക്കുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്, പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണത കൈവരിച്ച ഒരു സംഗതിയായിട്ട് ആർക്കും ബോധ്യപ്പെടുന്നില്ല. മനുഷ്യൻ അറിഞ്ഞതിനേക്കാൾ 1000 മടങ്ങ് അറിയാത്തത് അവശേഷിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോ ഇവിടെ ദൈവികമായി പകർന്നു നൽകപ്പെടുന്ന അറിവിന്റെ കാര്യത്തിലും മനുഷ്യന് ആവശ്യമുള്ളതും താങ്ങാൻ പറ്റുന്നതും പ്രയോജനകരമായതുമായ അറിവാണ് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അറിവ് അള്ളാഹുവിന്റെ മാത്രമാണ്. അള്ളാഹുവാണ് അലീം. ആ അലീമായ അള്ളാഹുവിന്റെ, സർവജ്ഞാനിയായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യന് പകർന്നു നൽകപ്പെട്ടിരിക്കുന്ന അറിവ് വളരെ പരിമിതമായത് മാത്രമാണ്. അത് അവന് ഉപയോഗപ്രദമാണ്. പക്ഷെ അഹങ്കരിക്കാൻ പറ്റുന്നതല്ല. അഹങ്കരിക്കാൻ അവന് പ്രേരണയാവാൻ ഒരു നിലക്കും പാടില്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ള ചില പ്രയോഗങ്ങളുണ്ട്, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ. ഒരു സ്വകാര്യമായിട്ടും ഒരു പരസ്യമായിട്ടും അഹങ്കരിക്കാൻ പറ്റിയ ഒരു കാര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇല്ല. ഏത് നേട്ടം മനുഷ്യൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനൊരുപാട് പരിമിതികള് ആ നേട്ടം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിന് ഒരല്പം വിനയവും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള സന്നദ്ധതയും ഉണ്ടായാൽ മാത്രം മതി എന്നതാണ് വസ്തുത. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വല ഇൻ ശിഅ്ന, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ലനദ്ഹബന്ന ബില്ലദീ ഔഹൈനാ ഇലൈക, നാം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്ന, വെളിപാടുകളായിട്ട് നൽകിയിരിക്കുന്ന ഈ സംഗതികളൊക്കെയും തന്നെ നാം അങ്ങ് എടുത്തു കളയും. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പകർന്നു നൽകപ്പെട്ടിട്ടുള്ള ദൈവിക ജ്ഞാനം അത് പൂർണ്ണമായിട്ട് അള്ളാഹു അങ്ങ് പിൻവലിച്ചെന്ന് വരും. അങ്ങനെ അള്ളാഹു പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യന് അത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നതാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്ന ചോദ്യം. സുമ്മ ലാ തജിദു ലക ബിഹി അലൈന വകീല, പിന്നീട് അത് നിനക്ക് തിരിച്ചു പിടിക്കാൻ ഒരു വക്കീലിനെയും നമുക്കെതിരെ ഇറക്കാൻ നിനക്ക് കഴിയുകയില്ല. നിനക്ക് വേണ്ടി അത് നമ്മുടെ അടുക്കൽ നിന്ന് തിരിച്ചു പിടിച്ചു തരാൻ ഒരാളെയും, ഒരു വക്കീലിനെയും, ഒരു സഹായിയെയും നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഔദാര്യമാണ് മനുഷ്യന് പകർന്നു നൽകപ്പെട്ടിട്ടുള്ള ജ്ഞാനം. അത് വെളിപാടുകളിലൂടെ പകർന്നു നൽകപ്പെട്ടതായാലും നാഗരിക മുന്നേറ്റത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതായാലും ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മശീഅത്ത് കാരണമായിട്ട് മാത്രമാണ് നമുക്ക് പ്രയോജനകരമായിട്ട് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഒരു തീരുമാനം അത് പിൻവലിക്കാനാണെങ്കിൽ ആർക്കാണ് അത് നിങ്ങൾക്ക് മടക്കി കൊണ്ടുതരാൻ കഴിയുക? ആർക്ക് സാധിക്കും അത് തിരിച്ചു പിടിക്കാൻ? നമ്മുടെ അടുക്കൽ നമ്മളോട് തർക്കം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് അത് പിടിച്ചു വാങ്ങി നിനക്ക് കൊണ്ടുതരാൻ ആർക്ക് സാധിക്കും എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ അങ്ങനെയുള്ള ചില സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും. പൗരാണിക സമൂഹങ്ങളിൽ ചിലത് പൂർണ്ണമായിട്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. അവര് ചില വലിയ നേട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ചില മുന്നേറ്റങ്ങളൊക്കെ. ആ മുന്നേറ്റങ്ങള് പിന്നീട് ആ മുന്നേറ്റങ്ങളുടെ നാഗരിക തലത്തിലേക്കൊക്കെ തുടർന്നു വന്ന സമൂഹങ്ങൾ എത്താൻ ഒരുപാട് കാലം എടുത്തിട്ടുണ്ടാകും പലപ്പോഴും. പിന്നീട് അവരെ കുറിച്ച് നമ്മള് ഈ പുരാവസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് പഠനം നടത്തുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് വെളിപ്പെടുന്നത്. ആ സമൂഹം പല പിൻതലമുറക്കാരെക്കാളും പല കാര്യങ്ങളിലും വലിയ പ്രാഗൽഭ്യം കാണിച്ചിരുന്നവരായിരുന്നു എന്നതൊക്കെയാണ്. ഇപ്പോ ഈജിപ്തിലെ പിരമിഡ് നിർമ്മാണം അതുപോലും ഇന്നും നമുക്ക് വലിയ വിസ്മയമായിട്ട് നിലകൊള്ളുന്നതാണ്. നമ്മുടെ യന്ത്ര സാമഗ്രികളൊക്കെ ഇരിക്കെ തന്നെ ഇന്നും പിരമിഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള യന്ത്രങ്ങളോ സാമഗ്രികളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്ത് അങ്ങനെയുള്ള ഒരു ഫീറ്റ് മനുഷ്യന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
അത് സൂചിപ്പിക്കുന്നത് ആ ഘട്ടത്തില് മനുഷ്യന് അത് സാധിക്കുന്ന വിധത്തിലുള്ള ചില സാധ്യതകൾ അവന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ എന്തായാലും ഈ വിധത്തിലൊക്കെയുള്ള പല സംഗതികളും അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് നാം താങ്കൾക്ക് വെളിപ്പാടായിട്ട് നൽകിയിട്ടുള്ള ജ്ഞാനം, ദൈവികമായി പകർന്നു നൽകപ്പെടുന്ന ഈ വെളിപ്പാടിലൂടെയുള്ള ജ്ഞാനം, അതിനെ നാം അങ്ങ് പിൻവലിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ, നാം അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ, അതിനെ തുടർന്ന് തുമ്മല തെജിതുലക്ക, നിനക്ക് കാണാൻ സാധിക്കുകയില്ല ബിഹി, അക്കാര്യത്തില് അലൈന വക്കീല, അക്കാര്യത്തില് നമുക്കെതിരെയായി നിന്നെ സഹായിക്കുന്ന ഒരു വക്കീലിനെ, അത് തിരികെ പിടിക്കാൻ നിനക്ക് ഒത്താശ ചെയ്തു തരുന്ന ഒരു വക്കീലിനെ നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മശീഅത്തോടു കൂടിയില്ലാതെ ഒരാൾക്കും ഒരു ജ്ഞാനത്തിന്റെ തരിമ്പ് പോലും നേടാൻ സാധ്യമല്ല. അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവര് പോലും അവരുടെ ബുദ്ധിയും കഴിവും അറിവും പ്രയോജനപ്പെടുത്തുന്നവരാകുന്നത് അള്ളാഹ് അതിനെ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന്റെ മശീഅത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക് പോലും അവരുടെ ബുദ്ധിപരമായ, ദൈക്ഷണികമായ, ജ്ഞാനസംബന്ധിയായ മികവ് കാണിക്കാൻ സാധിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെട്ട ഈ 2 ആയത്തുകളുടെ സൂചന മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിലെ ആളുകൾ ഉന്നയിച്ച ചോദ്യം, അള്ളാഹുവിന്റെ ദൂതനോട് എവിടുന്നാണ് നിനക്ക് ഈ ദിവ്യ വെളിപ്പാടുകൾ ലഭിക്കുന്നത്? അതിന് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരം, ഈ ദിവ്യ വെളിപ്പാടുകൾ എന്റെ നാഥന്റെ ആജ്ഞയാൽ നൽകപ്പെട്ടതാണ്, എന്റെ നാഥന്റെ ആജ്ഞയാൽ സംഭവിച്ചിട്ടുള്ള സംഗതിയാണ് എന്നാണ് അദ്ദേഹം നൽകുന്ന മറുപടി. പക്ഷെ അത് മനുഷ്യനെ അഹങ്കാരിയാക്കേണ്ടതില്ല. കാരണം അറിവിന്റെ, ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ ഒരു അംശം മാത്രമേ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അതിനെ തുടർന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ആ ജ്ഞാനം തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന മുറയ്ക്ക് അത് പിൻവലിക്കപ്പെട്ടെന്ന് വരും. പിന്നെ അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ തർക്കിച്ചുകൊണ്ട് അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് തരാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നേരത്തെ അള്ളാഹു നൽകിയിട്ടുള്ള ദിവ്യ വെളിപ്പാടുകളുടെ കാര്യത്തിൽ നമുക്കത് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പൂർവിക സമൂഹങ്ങൾക്ക് ദൈവിക മാർഗദർശനമായി നൽകപ്പെട്ടിരുന്ന ദിവ്യ വെളിപ്പാടുകള്, അതിലെ ചില ജ്ഞാന തലങ്ങൾ അള്ളാഹു ഇന്ന് അവർക്ക് നിഷിദ്ധമാക്കി വെച്ചിരിക്കുകയാണ്. അവർ ഇരുട്ടിൽ തപ്പുന്നവരായിട്ട്, അങ്ങനെ അബദ്ധങ്ങളെ പിന്തുടർന്നു പോകുന്നവരായിട്ടാണ് ജീവിക്കുന്നത്. വെളിപാട് ലഭിച്ച സമൂഹങ്ങള്, ദിവ്യ വെളിപാടുകളാൽ മാർഗദർശനം ചെയ്യപ്പെട്ട പല സമൂഹങ്ങൾക്കും ആ മാർഗദർശനത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയത്, അള്ളാഹു അത് അവരിൽ പ്രവർത്തനക്ഷമമല്ലാതെ ആക്കിയത് അള്ളാഹുവിന്റെ മശീഅത്ത് അങ്ങനെ നിശ്ചയിച്ചത് കാരണമായിട്ടാണ്. മനുഷ്യരുടെ പല പ്രവർത്തനങ്ങളും അതിന് ഇൻസ്ട്രുമെന്റൽ ആയിട്ടുണ്ടാകും. പക്ഷേ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യവും ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം, പകർന്നു നൽകപ്പെടുന്ന ഈ ജ്ഞാനം ദൈവികമായിട്ട് അള്ളാഹു പകർന്നു നൽകിയിട്ടുള്ളതാണ്. ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ ഒരു അംശം മാത്രമേ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ. അത് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അങ്ങ് കൊണ്ടുപോയി കളഞ്ഞെന്ന് വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു പിടിച്ച് നൽകാൻ, പ്രവാചകരെ താങ്കളെ സഹായിക്കാൻ അള്ളാഹുവിന് എതിരില് ഒരു പോരാട്ടത്തിന് ഇറങ്ങിക്കൊണ്ട് അള്ളാഹ് അത് പിൻവലിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അടികൂടിയിട്ട് അത് തിരിച്ചു പിടിച്ച് വാങ്ങിക്കൊടുക്കാൻ ഒരു വക്കീലിനെയും നിനക്ക് കാണാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. ഇതില് റൂഹിനെ കുറിച്ചുള്ള പരാമർശം ഞാൻ സൂചിപ്പിച്ചു. അത് മനുഷ്യാത്മാവിനെ കുറിച്ചാവാം, അതൊരു സാധ്യതയാണ്. പക്ഷെ ആ വായന ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ചേരുന്നത് അല്ല. ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ചേരുന്ന വായന, ആ റൂഹ് എന്ന പ്രയോഗം ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയ ഈ ദൈവിക സന്ദേശത്തെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് കൂടുതൽ സ്വീകാര്യമായിട്ട് അനുഭവപ്പെടുന്ന ഈ സന്ദർഭവുമായി യോജിച്ചിട്ടുള്ള വായന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.